ഓ ഗൈസ് നോക്കൂ. അപ്പം കാറിലിരുന്ന് രാത്രി ഇൻട്രോ പറയാണ്. കാരണം ഇപ്പം സമയം എന്താ 11:17. നമ്മുടെ കൂടുതൽ ആനന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവന് സർപ്രൈസ് ആയിട്ട് മണത്ത് കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല. മാക്സിമം സർപ്രൈസ് ആയിട്ട് തന്നെ വെച്ചേക്കാണ്. അപ്പം നമ്മളെ അവൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാം ഗൈസ്. ഉറക്കത്തിലായതുകൊണ്ടാണ് കണ്ണും മുക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ഓർക്കം കള്ളും കഞ്ചാവൊക്കെ അടിച്ചു അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കില്ലേ. അല്ലേ തന്നെ കള്ളക്കടത്തുകാരനൊക്കെ ആയി കഴിഞ്ഞു ഇപ്പം തന്നെ. അപ്പം ഞാൻ വേറെ ഒന്നിനെ കൂട്ടാൻ വന്നാ, എൻ്റെ കൂടെയുള്ള എൻ്റെ ചാവേറിനെ കൂട്ടാൻ വന്നാ, വന്നിട്ടില്ല. ഇറങ്ങി വാ സമയമില്ല, വരണ്ടായി എന്താ പറയുക. അപ്പം ഇനി അവിടെ ചെന്നിട്ട് അവന് സർപ്രൈസ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിന്ന് പൊട്ടിക്കാൻ നിൽക്കണം. അവൻ്റെ അച്ഛൻ ഇറങ്ങി പൊട്ടിക്കില്ല. അങ്ങനെയല്ല, ഒരു കൂട്ട് നിന്ന് മറ്റേ മണ്ടൻ പ്രഭാതനെ പോലെ നിന്നെ പറ്റത് ഞാനാണ്. നാട്ടിൽ പിടിച്ച് പഞ്ഞിക്കിട്. അവന് കുറുക്കൻ്റെയാ. അവനതായിരിക്കില്ല, പന്നികള് വരുന്നുണ്ട് സർപ്രൈസ് അങ്ങനെ കിടക്കാതെ. നിങ്ങളോ മറ്റേ വിഷടാ, മറ്റേ വിഷുക്കണി കൊണ്ട് വരില്ലേ. അങ്ങോട്ട് നോക്ക്, ചുറ്റിനും വീടാ. സമയം ശരിയല്ലേ? നമ്മള് കേറുമ്പോഴേ ആ പാവർ കറക്കത്തുള്ള പട്ടി മൊത്തം കൂടി അവന്റെ വീട്ടിൽ പട്ടി പൂച്ച അറിയാം. അപ്പുറത്തെ വീട്ടിൽ പട്ടി പ്ലാനിങ് ആണ്. രാത്രി 12 മണി നാട്ടിൽ കുത്തിയാണ്. രണ്ട് മറ്റേ ഇതൊക്കെ എടുത്തിട്ട് കോമഡി. മറ്റേ പഴയ പോകുമ്പോഴേ മറ്റേ അടിച്ചു നല്ല മുണ്ടൊക്കെ വാങ്ങി മുറക്കച്ചൊക്കെ അപരാധം മൊത്തം നാളെ ഞാൻ കാറിൽ. ഞാൻ കാറിലും അവന്മാരും നടന്നു പോന്നു. ഇവന്മാർ ലൈറ്റ് ഇടാൻ സംഭവിച്ചില്ല ഗൈസ്. എങ്ങനെ പോകും എന്താ കണ്ടിക്കാലത്തിന് വിട്ടാട്ടിരിക്കപ്പ. മഴയത്ത് സസ്പെൻസ് പോയി കിടന്ന് ഉറങ്ങി. തലവേദനയില്ലേ ഏതന്റെ രാജ്യം നമ്മുടെ തീപിടിക്കടാ. തീപ്പെട്ടി കൊണ്ട് വന്നോളൂ. പട്ടി തല്ലിക്കൂടെ പോയി. മുപ്പത്തിരണ്ടോ ഇത് കെട്ടുവോ? 32 ചെല്ലല്ലേ ഒരു സർപ്രൈസാ. അമ്പത്തൊമ്പത്
ചെറിയ പറയരുത്. നിന്റെ കൈക്ക് കംപ്ലൈന്റ് അല്ലേ? കൈക്ക് പറ്റൂല്ലോ. മതിയണമാ ആദ്യത്തിന് എണ്ണം പൊട്ടി സമയത്ത് 2 പാള വരുന്നത്. ഇതിന്റെ 7 കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞ കൊട്ടക്കേക്ക് മതിയായിരുന്നു. നന്നായിക്കാത്തോണ്ടാ എന്താ സ്റ്റേഷൻ നമ്പർ മാറ്റി പഠിച്ചാ അവൻ കാണുന്നില്ല. കത്തിക്കാനുള്ള എന്തെങ്കിലും തീപ്പെട്ടി കൊണ്ടുതരൂ. കളിച്ചു കഴിഞ്ഞു ഇതൊക്കെ നാളെ തീ പിടിക്കുക. ഹാപ്പി ബർത്ത്ഡേ കുട്ടിയോ അയച്ച് വെള്ളമൊക്കെ തരൂ. എന്താ നീ കാണിക്കണം? അവൻ ലിക്കിലും ദേശം കിട്ടുന്നില്ല. നിനക്ക് എടുത്തിട്ട് പറഞ്ഞു തൊട്ട് താഴെ വെച്ചോ. ചില്ല് മേടിക്ക്. കിടക്കുന്നവരെ ചിരിക്കും. കഷ്ടപ്പെട്ട് അത് തിന്നാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ട് അതിനുവേണ്ടിയാണ് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തു പറഞ്ഞു തോന്നി. അയ്യോ മൈക്ക് കണക്ട് ചെയ്ത് മറന്നു. അങ്ങനെ അവസാനത്തെ എൻ്റെ വീടും അവിടെ അനന്ത് എന്തായാലും നീ കുടുങ്ങിയേ. നീ കൂടെ അതാ ചേച്ചി കഴിഞ്ഞ വല്ല ഷോക്കേസിലൊക്കെ മേടിച്ചാ അവന്
കുഴപ്പമൊന്നുമില്ല. അത് പണ്ടേ ശരിയില്ല അവര്. അന്ന് വന്നപ്പോൾ ഇവിടെ അടിച്ചാൽ ഞങ്ങളുടെ പണി, ഇന്ന് വന്നപ്പോൾ നമ്മളെ അടിച്ചാൽ അവരിപ്പോ ഇതിപ്പോ അവന്റെ ചേട്ടഞ്ഞോ ചൊറിഞ്ഞു മാറ്റി വരും. എടാ കുറച്ച് പുറത്തിറങ്ങി മതി. ആടിന്റെ മറ്റ് ആ ആക്കിയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ അല്ലേ? അവൻ കുറുക്കന്റെ ബുദ്ധിയില്ല അവന്. അതെ സസ്പെൻസ്. തെളിഞ്ഞില്ല, റെഡിയില്ല. ഒന്നാ വയനെ കൊണ്ട് മുക്കിയിട്ട് വരണം. വെള്ളം മതി. പൊറോട്ട ഉണ്ടാക്കുന്ന കണ്ടും പോയി അവനത് കുടിക്കാൻ. നാളെ ഉച്ചയ്ക്ക് ഒന്ന് കൊടുക്കണം. അങ്ങനെയല്ല, മറ്റേ അനുഭവം വരുത്ത പോലെ ഉണ്ടോന്നല്ല. അനന്ത് ചോർന്ന് കേൾക്കൊണ്ടോ എടാ മതി, എടാ കൊല്ലാതെ. ഇനിയിപ്പൊ വീട് മൊത്തം അടിച്ചോർക്കണ്ടേ? കണ്ണിന്റെ അവിടെ കുറച്ച് എടുത്തോളേ. കളയണ്ട. സതീർക്കല്ലോ അങ്ങനെ സുന്ദരനായ മുടുക്കലായി. ക്യാമറമാൻ പ്രൊഫഷണൽ ബ്ലോഗർ അമ്പാടി ചത്തു. എന്താ നീ ഇപ്പൊ പത നിന്നില്ലേ? അപ്പൊ കേക്കാണോ എല്ലാം പാടി? അമ്മടി മതി, നീ അടിക്ക്, കുലുക്കിയത് മതി, അടിക്കങ്ങോട്ട്. അവനെ നാഞ്ഞ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തെറിച്ചു. കേറ്റോടാ നെഞ്ചത്തേക്കണ്ടേ? അവനവിടെ പോയോ? എന്തുപോലെ എങ്ങനെയാ? എന്താ സാറിന്റെ ഒച്ചയും ബഹളവും കുറഞ്ഞു പോയി. അമ്പാടിന്റെ അത്ര ആയില്ല. മറ്റേ അടിച്ചതായി ചൂടി വന്നാൽ അടിച്ചായിട്ട് പോവാ. അവനെ ഞങ്ങൾ പോകും. മണിയാളെടുക്കാരും ക്ലീൻ ചെയ്തോ? ഞാൻ എവിടെ ചെന്നാലും ഭാര്യക്കാരനാണ് നിന്റെ അവസ്ഥ. പരിതാപകരമാണ്. ചിരിക്കി പോരാ, ഉള്ളിന്ന് പറയട്ടെ. കഷ്ണ നമുക്കൂടാ.
എന്തായാലും മാറ്റേണ്ടി വരുമല്ലോ. എന്തായാലും മാറ്റേണ്ടി വരുമല്ലോ. പിന്നെ രണ്ടായിരക്ക ഇവൻ ലൈസൻസിന്റെ മറ്റേ കാർഡാക്കാൻ വേണ്ടി എനിക്ക് അയച്ചിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ ജോർജ് സെറ്റപ്പ് ഒരാഴ്ച എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് റിമൈൻഡ് ചെയ്തിട്ടുണ്ട് വെറുതെ എടുത്തു നോക്കിയപ്പോഴേ ഡേറ്റ് കിട്ടിയത് എങ്ങനെയുണ്ട്? ചട്ടരം പൊട്ടറ എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ മാത്രം മനസ്സിലായത്. അമ്പാടി നീ ആ കാര്യം അറിഞ്ഞിട്ട് നല്ലൊരു ദിവസം ചട്ടനും പൊട്ടനാവാണ്ട് അവൻ സമ്മതിച്ചു. എനിക്ക് മനസ്സിലായി. എനിക്ക് പിടിച്ച് ഇതിന്റെ ക്രെഡിറ്റ് നടു പറയുന്നില്ല എനിക്ക് പിടിക്കാ ചേട്ടാ. എന്താ ചോല് കയറ്റി പിടിക്കുന്നേ? തണുത്തിരിക്കട്ടെ. നീ എന്താ ഭർത്താക്കളെ കഴിക്കുന്നു? ഇവന് സ്ഥിരം തന്നെയല്ല പരിപാടി. അജേടാ ഫാൻ കാലം കുരുങ്ങി പ്രാവിന്റെ അത് ബർത്ത്ഡേക്കാകുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. മറ്റേ വൃന്ദപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ നേരത്തെ അറിയായിരുന്നെങ്കിൽ തരായിരുന്നു എന്ന്. ഡെയിലി അവനല്ല അടിച്ചു വരുന്നത്, ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലത്. അമ്പാടി ഫാനിട് അതിനെന്താ പറയാ പറയല്ലേ? വേണ്ട അതെനിക്കിട്ടുള്ള ഇങ്ങനെ അടിക്കും. അതിപ്പല്ല, അത് കുറച്ച് പൈസ പോലെ അമ്പാടിന്റെ കല്യാണ ദിവസം ഒന്ന് ആലോചിച്ചു. അമ്പാടി ചക്കര കാണില്ല. ജോലി വേണ്ട. മോനെ കാറോ എല്ലാം കെട്ടിച്ച് ഇത് ചോദ്യം ചോദിച്ചേ. രാത്രി ബർത്ത്ഡേ പോയി കൊണ്ട് അടിച്ചു വാരിപ്പിച്ച് തുണികളൊക്കെയാലോ. അമലിന്റെ കുന്തളിപ്പ് അടുത്തത്. തീപ്പെട്ടി കൂടെ തരുമോ? കത്തിച്ചും കൂടെ ആയിരുന്നു. മന്തിയല്ലോ കല്യാണത്തിന് ഒരു ബിരിയാണി നിങ്ങൾ ഒതുക്കി. ഒറ്റ ഓട്ടം ഒറ്റടി ഒന്ന് അടിക്കട്ടെ. ഒറ്റ കണ്ണടച്ചു നമ്മൾ ഏതാ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കുബേരൻ കുബേരൻ സതീർത്തിയൻ എനിക്ക് കുറച്ച് 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 കൈ സാധനം കഴിഞ്ഞു പോയി. പോലെ ഉണ്ടല്ലോ കുറച്ച് അമ്മേനോട് ആ മാവ് വാങ്ങിട്ട് ഇവന്റെ ബർത്ത്ഡേ ആണോ എന്റെ ബർത്ത്ഡേ? മുൻസില്ല ചേട്ടാ, മുൻസി ഇത് കഴിഞ്ഞ് പറയാൻ കേട്ടു. അങ്ങനെ കാരണം ഞാൻ ഇങ്ങനെ കഴിയിട്ട് വരുമായിരുന്നു പണ്ടാര നിരത്തി സ്റ്റാറ്റസ് ഇടാ. സ്വന്തം സ്റ്റാറ്റസ് ഇടുന്ന കണ്ട് പുള്ളിക്കുന്നതിനാകുന്ന ആനന്ദ് അടുത്ത് വരാൻ നിൽക്കാൻ പാടി. അമ്പാടിന്റെ ബർത്ത്ഡേ നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാം. അപ്പം ചെലവ് അമ്പാടിയില്ല. എന്റെ കല്യാണം ബർത്ത്ഡേ എവിടെ താനാരെ CBI അവിടെ ഞാൻ പോയി കുറെ നേരം കൊടുക്കും. എങ്ങോട്ട്? ഓ ശരി. അങ്ങനെ വിളിക്കല്ല.
ഞങ്ങളെ കുറ്റം പറയോ? ഇട്ട് നോക്ക് നീ. ഇവര് പോകുന്നില്ലെന്നല്ലേ എനിക്കറിയാം മോൻ ഉദ്ദേശം എന്താന്ന്. നാഗവല്ലുണ്ടോ അത്ര നിന്റെ ഫാഷൻ ഷോ കണ്ടോണം വീട്ടിൽ പോയി ഇട്ട് നോക്കാൻ ഡ്രസ്സ് നോക്കാനേ അവൻ പൊട്ടിച്ചൂടെ നോക്കിയില്ല. നോക്കൂ ഇതിപ്പോ നിങ്ങളായോ ഞാനല്ലേ? ഇഷ്ടപ്പെട്ടില്ല ആ വലിയ അമ്മ സ്റ്റിക്ക് കൊടുക്ക്. ഇഷ്ടപ്പെട്ട ഇതുള്ള മറുപടി ഞാനിപ്പോൾ എന്താണോ വിഷയത്? അമ്പാടിന്റെ ആ കണ്ടോ ഈ കണ്ടു പുള്ളി മറ്റേ ഡബിൾ എക്സ് പറഞ്ഞ അതേ ഭാഗത്തിന് എടുത്തേക്കുന്നത് ഇതൊന്ന് വലിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മീഡിയ എടുത്താ പോരെ? അത് പറ്റില്ല. പുള്ളി മറ്റേ ഡബിൾ എക്സ് എടുക്കും എന്നിട്ട് വെട്ടിക്കൊണ്ടു എന്നിട്ട് അപ്പൊ ഞാൻ കുടിക്കാത്തോണ്ടല്ലേ ഇപ്പൊ കണ്ടന്റ് മാറും. എനിക്ക് 80+ വരും വേണ്ട. ആദ്യമായിട്ട് പെയിന്റ് അടിപ്പിക്കണ സാധാരണ കല്യാണത്തിനാണ് മുണ്ടെടുപ്പിക്കുക. ഇത് ഇതിനോട് ഫ്രീ കിട്ടിയതാണ്. ആ ഇവിടെ നീ അമ്മ നിൽക്കുന്ന അതേ പൊസിഷനില് വിശീല ടൈറ്റ് ആണ് കേട്ടോ. പറഞ്ഞ അടിപ്പിച്ച പോലുണ്ട്. അതെന്തോ അല്ലാണ്ട് ഞാൻ എന്ത് പറയണ്ട. ഗിഫ്റ്റ് തന്നാലും നന്ദി പറയണില്ല. ഫയർഫോഴ്സിന്റെ കേരള ഫയർഫോഴ്സിന്റെ പേരില് ഇങ്ങനെയാണ് നിനക്കൊക്കെ തരാന്ന് പറഞ്ഞ ഞങ്ങളെ കൂടെ ഇത്രയൊക്കെ പറ്റുള്ളൂ. കൊളിച്ചൊരുക്കി മുട്ടുക്കരായിട്ടുണ്ട്. എടാ എന്തിനാടാ അറിയാതെ കൊല്ലുന്നതിനെ? പിന്നെ നോക്കാം. ഷർട്ട് മിക്സ് ചെയ്തു പെട്രോൾ പൈപ്പ് കിട്ടും. എടാ മണ്ട അത് ഷോക്കടിക്കാൻ കാണുന്നൊരു ഗുമ്പങ്ങളാ. ചേഞ്ച് ചെയ്യാണ്ടോ? ഓക്കെ ആണോ? ആണോ? അല്ലേ ഞങ്ങൾക്കറിയാം ഡ്രസ് എടുക്കാൻ പോയി കഴിഞ്ഞാ ഹലോ അതെന്നാ മലപ്പുറോടെ പോയി കാണിച്ചേ. വണ്ടി എല്ലാം അമ്പലം മൊത്തം കയറി പൂജിക്കുന്നു. 2000 കിലോമീറ്റർ ഓടി അമ്പലം മാത്രം. അതെന്ത് എവിടെ ഇതിന് മാത്രം അമ്പലം എനിക്ക് തരാൻ മനസ്സിലായി. എനിക്ക് മനസ്സിലാത്തതാ ചേട്ടാ. പോകുന്ന വഴിക്ക് വെറുതെ പണ്ടാരം വെച്ചാൽ അവിടെ വേണ്ടി പോയി 150 രൂപയുടെ എന്ന് എത്ര വർഷങ്ങളായി
കുളിക്കാതെ ചൊറിച്ചിൽ മാറില്ല. എനിക്ക് പറയുന്നുണ്ട് ഇപ്പൊ രാത്രി സോപ്പുകൾ ഇപ്പോൾ രാവിലെ പിഴിഞ്ഞെടുത്തായി. രാത്രി സോപ്പുകൾ ഇട്ട ബാത്റൂമിൽ കിടത്തിക്കോ. അറിഞ്ഞായിരുന്നോ? അല്ല, ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇവന് നാളത്തേക്കാ പ്രതീക്ഷിച്ചത്. നാളത്തേക്കാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് ഇവൻ പ്രതീക്ഷിച്ചത് മൊത്തം നാളത്തേക്കാ. കാരണം ഇവന്റെ മറ്റേ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ എന്തായാലും അവനെ ഇളക്കാൻ വൈകുന്നേരം കിട്ടിയില്ല എനിക്ക് സന്തോഷമായില്ലേ? ഇനി നീ ഇളകരുത്, ഇത് കടിച്ച് തിന്നവനെ. വാങ്ങിച്ചു കൊടുക്ക് നീ. ഇന്നത്തെ വണ്ടിക്ക് എത്ര നീട്ടെ? അടുത്ത വണ്ടിക്ക് എല്ലാവരും 10 രൂപ ചൂടുള്ളൂ, ബാക്കി നീട്ടോളൂ. അത് ജസ്റ്റ് മിസ് തന്നെ തിന്നോളൂ സാധനം. നിങ്ങൾ കഴിക്ക്. ഞാൻ അഴിക്കും. എനിക്കിന്ന് വീണ്ടും കഴിക്കും. ഇത് ഫുൾ പ്രിപ്പയർ നമുക്ക് പൊറോട്ടയും ചിക്കനൊക്കെ നമ്മളിന്ന് പറഞ്ഞായിരുന്നു. അപ്പം മണത്തന്നെ പിടിച്ചാവും. എവിടെ? അല്ലെ, എവിടെ നീ പോന്നു? എല്ലാരും ഇവിടെ ഇരിക്കുന്നതാണ്. അമ്മാടി എന്ത് ഇത് നിർത്ത്. ഏയ് എനിക്ക് ലോങ് വീഡിയോ കിട്ടിയതാ. അമ്മാടിക്ക് ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ്. അതെ, ഒരാഴ്ചത്തേക്കുള്ള സാധിക്കും. മറ്റേ അന്ന് വയറിനൊക്കെ ആയിട്ട് സൈഡായിട്ട് കയ്യിൽ ഗ്ലൂക്കോസ് ഒക്കെ ഇട്ട് ബാൻഡേജ് ഒക്കെ ഇട്ട് വന്നിട്ടോ. ഇവർ രണ്ടാളും ഒരുമിച്ച് പോക്കുമ്പോൾ ഭയങ്കര കൂട്ടുകാരല്ലേ. ചോറ് കഴിക്കാൻ വേണ്ടി വയ്യ. അമ്പാടി ഒരേ ഇട്ടിരുന്നു. എടാ അമ്മനെ മതി, പാത്രം കഴിയണ്ട, വാ. പാത്രം കഴിയാൻ വേണ്ടി അവന് ഉള്ളിൽ ഓടി അടുക്കള കയറുന്നു. സങ്കടം ഉണ്ടാവും വിഷ്ണു. പക്ഷെ എല്ലാരും ഉണ്ടാ വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പൊ വിളിച്ചു ഞാൻ വീട്ടിലെത്തിട്ടോ. അതെന്താ എന്നോടുള്ള കെയറിങ്ങാണ്. അല്ലാതെ പേടിച്ചിട്ടല്ല. ഞാൻ വിളിക്കുമ്പോ അജയുടെ മറ്റേ ആ സെറ്റിലിരിക്കുക. സെറ്റിലിരിക്കുക അബദ്ധത്തിലൊരു വട്ടം ഫോൺ എടുത്തതാ. ഒല്ല കിട്ടി. അവനാ വണ്ടി കിടന്നോളാ. ഇവൻ ഇതേപോലത്തെ പെണ്ണിനെ കിട്ടണല്ലേ. ഓക്കെ ബൈ ഗൈസ്. പിടിച്ചു, പക്ഷെ കാണാൻ പറ്റൂല്ലേ? ഇപ്പെല്ലാം കാണുന്നുണ്ട്. ഒഴിക്കരുത്.